കഴിഞ്ഞ 5 വർഷം CPM ഭരണസമിതി ഒരുപാട് വികസനം നടത്തിയെന്ന് അവകാശപ്പെടുന്നു. എന്താണ് യാഥാർത്ഥ്യം? കഴിഞ്ഞ 5 വർഷമായിട്ട് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. ആ CPM അധികാരത്തിൽ വരുമ്പോൾ ഇവിടുത്തെ തുടർച്ചയായി 10 വർഷം ഭരിച്ച UDF ഭരണസമിതിയെ മാറ്റി നിർത്തിക്കൊണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന പ്രതീക്ഷയിൽ ആളുകൾ ഭരണം കൊടുത്ത LDF നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി എന്നല്ലാതെ ഈ പഞ്ചായത്തിൻ്റെ സമസ്തമായ പുരോഗതിക്ക് വേണ്ടി അടിസ്ഥാനപരമായി ഒന്നും തന്നെ ചെയ്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ CPM പ്രഖ്യാപിച്ചിരുന്ന പദ്ധതികളെ സംബന്ധിച്ച് വിശദമായ ഡോക്യുമെൻ്റ് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ CPM പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ അവതരിപ്പിച്ച കോടാനുകോടി രൂപയുടെ പദ്ധതികളെ സംബന്ധിച്ചുള്ള മുഴുവൻ ഡോക്യുമെന്റ്സും നമ്മുടെ കയ്യിലുണ്ട്. അതിന് അവർ അടിസ്ഥാനപരമായി വലിയ വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നടപ്പാക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി 7 ലക്ഷം രൂപയോളം ചെലവഴിച്ച് എരുമപ്പെട്ടി സെന്ററിൽ ആകാശപാത നിർമ്മിക്കുന്ന എന്നാ പറഞ്ഞത്. സത്യത്തിൽ എരുമപ്പെട്ടി സ്കൂളിന് മുന്നിൽ ഒരു ആകാശപാത നിർമ്മിക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല. പക്ഷേ എരുമപ്പെട്ടി സ്കൂളിന് മുന്നിൽ എന്നല്ല, എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഇന്നേ വരെ ആകാശപാത പോയിട്ട് യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന പാതയല്ലാതെ വേറൊരു പാതയും നമ്മൾക്കാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഈ CPM പ്രത്യേകമായിട്ട് ആകാശത്ത് മനുഷ്യന്മാർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒരു പാത ഉണ്ടാക്കിയിട്ടുണ്ടോ, അതിനുവേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുന്ന 7 കോടി രൂപ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് ജനങ്ങൾക്ക് ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഇവിടെ എരുമപ്പെട്ടി പഞ്ചായത്തിൽ 7 കോടി രൂപ ചെലവഴിച്ച് സ്പോർട്സ് സ്റ്റേഡിയം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. 7 കോടി പോയിട്ട് 70 ലക്ഷം രൂപ, അതല്ലെങ്കിൽ ഒരു 7 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു സ്പോർട്സ് സ്റ്റേഡിയം നമ്മൾക്ക് എരുമപ്പെട്ടിയിൽ കാണാൻ കഴിയില്ല. പിന്നെ MLAയുടെ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എരുമപ്പെട്ടി സർക്കാർ സ്കൂൾ ഗ്രൗണ്ടിൽ 2 കോടി രൂപയുടെ ഒരു പദ്ധതി കൊണ്ടുവരും എന്ന് പറഞ്ഞ് വർഷങ്ങളായി. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്ന സാഹചര്യം കണ്ടു. പക്ഷേ ആ 2 കോടി രൂപ ചെലവഴിച്ച ആ സ്ഥലം മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് പോയി നോക്കാം, ഈ നാട്ടിലെ പ്രദേശവാസികൾക്ക് പോയി നോക്കാം, ആർക്ക് വേണമെങ്കിലും പോയി നോക്കാം. 2 വർഷം മുമ്പ് ആ പണി ആ ഗ്രൗണ്ട് എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, അതില് അവിടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ മണ്ണ് കടത്തിക്കൊണ്ടു പോവുകയും പകരം വേറെ കുറെ മണ്ണ് എലിക്കടിച്ച് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തി അല്ലാതെ ആ ഗ്രൗണ്ടിൽ മറ്റൊന്നും കാണാൻ നമുക്ക് കഴിയില്ല. മന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചത് 2.5 കോടി ചെലവിട്ടു എന്നാ പറഞ്ഞത്. അദ്ദേഹം ആ ഗ്രൗണ്ടിലേക്ക് ഒന്ന് വലതുകാല് വെച്ച് കയറാൻ പോലും അവിടുത്തെ ഇതായി ബന്ധപ്പെട്ട ആളുകൾ സമ്മതിച്ചില്ല. നമുക്ക് അതിൻ്റെ ഒരു വിഷ്വൽ പോലും കാണാൻ കഴിയില്ല. കാരണം ആ ഗ്രൗണ്ടിൽ അത്തരത്തിലുള്ള സ്റ്റേഡിയം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ആരോഗ്യ മേഖലയിൽ എരുമപ്പെട്ടി ആശുപത്രി നമുക്കറിയാം, അത് 40 കൊല്ലം മുമ്പ് പ്രസവം വരെയുള്ള ശസ്ത്രക്രിയ നടത്തിയിരുന്ന ഒരു ആശുപത്രി. ഏകദേശം ഇപ്പോഴത്തെ MLA 2017 കാലഘട്ടത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് അവിടെ CHSC കമ്മ്യൂണിറ്റി സെന്ററായി ഉയർത്തി, അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി, അവിടെ കിടത്തി ചികിത്സ ആരംഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മുടെ ആശുപത്രിയിൽ പണ്ടുണ്ടായിരുന്ന അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല, 2 മണിക്ക് ശേഷം അവിടെ ഡെയിലി വേസിന് വരുന്ന ഒരു ഡോക്ടർ ഒഴികെ ബാക്കി ഒരു സംവിധാനവും അവിടെ ഇല്ല. മാത്രമല്ല 7 കോടി രൂപയുടെ കെട്ടിടം കയറ്റി എന്ന് പറയുന്നത്, കെട്ടിടങ്ങൾ കയറ്റിയിടുക എന്നുള്ളതും അതിൻ്റെ ബെനിഫിറ്റ് ഈ ബന്ധപ്പെട്ട ആളുകൾ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപകാരം ഉണ്ടായില്ല. പിന്നെ ഈ ഭരണസമിതി പ്രഖ്യാപിച്ചാണ് മങ്ങാട് സ്ഥിതി ചെയ്യുന്ന ആരോഗ്യ രംഗത്തുള്ള ആയുർവേദ ആശുപത്രി 8 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആ ആശുപത്രിയെ പുതിയ മുഖം നൽകി അവിടുത്തെ ആളുകൾക്ക് കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് അവകാശപ്പെട്ട ബഡ്ജറ്റിൽ 8 കോടി രൂപയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 8 കോടി പോയിട്ട് 8 രൂപ ആ ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി ഈ 5 വർഷത്തിനുള്ളിൽ ചെലവഴിച്ചിട്ടില്ല എന്നത് അവിടെ ജീവിക്കുന്ന തെളിവായി നിൽക്കുക. അതുപോലെ തന്നെയാണ് മൃഗാശുപത്രി. വർഷക്കാലം വന്ന മുങ്ങിപ്പോകുന്ന മൃഗാശുപത്രിക്ക് വേണ്ടി 3 കോടി രൂപ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച അതേ പഞ്ചായത്ത് ഭരണസമിതി ഒരു 30,000 രൂപയെങ്കിലും ചെലവഴിച്ച്
ആ കെട്ടിടം ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാനുള്ള സാഹചര്യം പോലും ഈ 5 കൊല്ലത്തിന് ഉണ്ടായിട്ടില്ല. പിന്നെ കാർഷിക മേഖലയിലെ ആളുകളാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലുള്ള ഒരു പഞ്ചായത്ത് നമ്മുടെ 15 കോടി രൂപ കാർഷിക മേഖലയ്ക്ക് ചെലവഴിച്ചു എന്നൊക്കെയാണ് കണക്ക് പറയുന്നത്. ആർക്കാണ് കൊടുത്തതെന്നും കൂടെ പറയാൻ, അല്ലെങ്കിൽ ആ കാർഷിക മേഖലയിൽ ഏത് പദ്ധതിക്ക് വേണ്ടിയാ പണം വിനിയോഗിച്ചു എന്ന് പറയാൻ ഈ ചെലവഴിച്ച ആളുകൾ ബാധ്യസ്ഥരാ. നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പറയാലോ, ഞങ്ങൾ ഇന്ന കാര്യത്തിന് വേണ്ടി കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി പണം ചെലവഴിച്ചിട്ടുണ്ട്. കർഷകർക്കാർക്കും കിട്ടിയിട്ടില്ല. ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്, ഞങ്ങളെ കോൺഗ്രസ് UDF ഒക്കെ ഭരിക്കുന്ന സമയത്ത് കർഷകർക്ക് നെൽവിത്ത് കൊടുക്കും. അത് പരിപൂർണമായി സൗജന്യമായി കൊടുക്കുന്ന നെൽവിത്ത്. എന്നാൽ ഈ ഭരണസമിതി വന്നപ്പോൾ കർഷകരിൽ നിന്ന് നെൽവിത്തിന് മാർക്കറ്റ് വിലയ്ക്ക് തുല്യമായ പണം വാങ്ങിച്ചിട്ടാണ് നെൽവിത്ത് പോലും കൊടുക്കുന്നത്. അപ്പൊ ഏത് കർഷകരെയാണ് ഇവർ സഹായിച്ചത് എന്ന് ഈ പബ്ലിക്കിന് അറിയാൻ താല്പര്യം ഉണ്ടാവും. അതൊക്കെ ഈ ഇലക്ഷൻ കാലത്തെങ്കിലും ഒന്ന് പറയണമെന്നാണ് UDF-കാരായ ഞങ്ങളുടെയൊക്കെ ഒരു അഭ്യർത്ഥന. ഏത് മേഖലയിലാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ആളുകൾക്ക് കാണാൻ പറ്റാവുന്ന രീതിയിൽ വികസനം നടത്തിയതെന്ന് പറയാൻ തയ്യാറായാൽ, ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ തയ്യാറായാൽ അത് അംഗീകരിക്കാൻ ഞങ്ങളും തയ്യാറാ. ഞങ്ങൾ ഈ ഭരണസമിതിക്കെതിരെ അനവധിയായ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് വെറുതെ ആരോപണങ്ങളല്ല, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ആരോപണങ്ങളൊന്നും നിഷേധിക്കാൻ ഇന്നേ വരെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലൈഫ് ഭവന പദ്ധതിയെ സംബന്ധിച്ച് എന്താണ് അവസ്ഥ? നമ്മുടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന പിണറായി സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ് ലൈഫ് ഭവന പദ്ധതി. ഇവിടെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണം CPM-നാണ്, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം CPM-നാണ്, ജില്ലാ പഞ്ചായത്ത് ഭരണം CPM-നാണ്, ഇവിടുത്തെ MLA-യും MP-യും CPM-ആണ്, സംസ്ഥാനം ഭരിക്കുന്നത് CPM-ആണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ അർഹരായ ആളുകളൊക്കെ സ്വപ്നം കണ്ടത് സ്വന്തമായ ഒരു വീട്, ആ വീട്ടിൽ അന്തി ഉറങ്ങാൻ അവസരം ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതിനൊക്കെ ഘടകവിരുദ്ധമായ കാര്യമാണ്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ച ലൈഫിന്റെ ലിസ്റ്റിൽ ഏകദേശം 720ഓളം ആളുകളാണ്. എന്നാൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ഈ പദ്ധതി നടപ്പാക്കി തുടങ്ങിയപ്പോൾ അതിനെ 518ആയി വെട്ടിച്ചുരുക്കി. അപ്പൊ തന്നെ ഏകദേശം 202ഓളം ആളുകൾ ആ പദ്ധതിയിൽ നിന്ന് പുറത്തായി. അർഹതപ്പെട്ട ആളുകളെ പുറത്താകുന്നത്. എന്നാൽ ആ 518 ആളുകൾക്ക് വീട് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോഴാണ് അതിന്റെ ഉള്ളുകള്ളികൾ. ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM രാഷ്ട്രീയ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ പദ്ധതി നടപ്പാക്കിയപ്പോൾ ഉണ്ടായ സംഭവം, ഈ പദ്ധതിയിൽ നിന്ന് ഏകദേശം 518 പേരിൽ നിന്ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഏകദേശം 200ഓളം ആളുകളെ പദ്ധതിയിൽ നിന്ന് മാറ്റി നിർത്തി. എന്നിട്ട് ഈ പദ്ധതിയുടെ ഭാഗമായി എഗ്രിമെന്റ് വെക്കാൻ സമ്മതിച്ചത് കേവലം 125 ആളുകൾക്കാണ്. ആലോചിച്ച് നോക്കണം, ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഈ സമയത്ത് പോലും 125 ആളുകളിൽ 65 ആളുകൾക്ക് മാത്രമാണ് പണി പൂർത്തീകരിച്ച് 4 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ കൊടുത്തു എന്നാണ് ഭരണസമിതിയുടെ അവകാശം. ഓരോ പഞ്ചായത്തിലെ ആളുകളും അടിസ്ഥാനപരമായി ആഗ്രഹിക്കുന്നത് സഞ്ചരിക്കാൻ നല്ല റോഡ്, കയറി കിടക്കാൻ ഒരു വീട്, ആവശ്യത്തിന് വൈദ്യുതി, വിളക്കുകൾ, അതുപോലെ തന്നെ കുടിവെള്ളം. ഇതൊക്കെ അടിസ്ഥാന സൗകര്യത്തിൽ ഒരുക്കി കൊടുക്കേണ്ട ചുമതല ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്കാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അത് ചെയ്തു കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഉണ്ടായിരുന്നത്. ഈ നാട്ടിലെ CPM-കാരൻ പോലും അവകാശപ്പെടുന്നില്ല ഈ ഗ്രാമപഞ്ചായത്ത് അത്തരത്തിലുള്ള പ്രവൃത്തി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളും നടന്നു സഞ്ചരിക്കാനോ ചെറുകിട വാഹനങ്ങളിൽ സഞ്ചരിക്കാനോ പറ്റാത്ത സാഹചര്യമാണ്. നമ്മുടെ പഞ്ചായത്തിലെ നിത്യം ഒരു 6ഓ 7ഓ അപകടങ്ങൾ ഉണ്ടാകുന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ 2 വീലറിലും അതുപോലെ തന്നെ നടന്നു പോകുന്ന ആളുകളും വഴിയിൽ വീണിട്ട ജീവൻ തന്നെ അപകടത്തിലാകുന്ന അനവധി അപകടങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ വാർഡുകളിൽ 2 അടിയിലേറെ താഴ്ചയുള്ള കുഴികളാണ് മുഴുവൻ റോഡുകളിലും. ഇപ്പോഴും പോയാൽ കാണാം. ഇതൊന്നും ആരോപണമല്ല, ഇതൊക്കെ യാഥാർത്ഥ്യവും സത്യസന്ധമായ കാര്യങ്ങളാണ്. ഈ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും പഞ്ചായത്ത് അംഗങ്ങളെയും ഉൾപ്പെടെ 10 വാർഡുകൾ CPM-ന്റെ തന്നെ ഉണ്ട്. ആ വാർഡിലെങ്കിലും വികസനം എത്തിച്ചു എന്ന് അവകാശപ്പെടാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതികളെ കുറിച്ച്
എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാം, ചുറ്റുപാടും 4 മലകൾക്കുള്ളിൽ കിടക്കുന്ന ഒരു പഞ്ചായത്ത്. അത്യാവശ്യം നല്ല പാടശേഖരങ്ങളുള്ള ഒരു പഞ്ചായത്ത്. നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ കുടിവെള്ളക്ഷാമം പരിപൂർണമായിട്ട് ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരു ഗ്രാമപഞ്ചായത്ത്. ആ ഗ്രാമപഞ്ചായത്തിൽ ഈ ഭരണസമിതി വന്നപ്പോൾ ആദ്യത്തെ വർഷം തന്നെ നമ്മൾ പരിശോധിക്കണം, 40 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ആദ്യത്തെ വർഷം ടാങ്കർ ലോറിയിൽ വെള്ളമടിച്ചത്. 40 ലക്ഷം രൂപയുടെ വെള്ളമടിച്ചു എന്ന് അതിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതൊരു വലിയ അഴിമതി നമുക്ക് കാണാൻ കഴിയും. ആ അഴിമതി ബന്ധപ്പെട്ട മേലധികാരികൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ അത് തടഞ്ഞു വെക്കുകയും ഓഡിറ്റിന് വിധേയമാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 40 ലക്ഷം രൂപ കുടിവെള്ളത്തിന് ടാങ്കർ ലോറി ഉടമകൾക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി അതിന് ബില്ലുണ്ടാക്കി എന്ന് പറയുമ്പോൾ, ആ പണം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു ഭരണകർത്താക്കളാണ് എരുമപ്പെട്ടിയിലെ ഇതെങ്കിൽ 3ഓ 4ഓ വാർഡുകളിൽ സമ്പൂർണമായ കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടി പദ്ധതി തയ്യാറാക്കാമായിരുന്നു. അത് ഒരു വർഷത്തെ കാര്യമല്ല, 5 വർഷവും ആ സമീപനം തന്നെയാണ് ഈ ഭരണസമിതി പിന്തുടർന്നു പോകുന്നത്. എവിടെയെങ്കിലും മുൻകാലങ്ങളിൽ UDFന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന കുടിവെള്ള പദ്ധതികളുടെ മെയിൻ്റനൻസ് നടത്തിയിട്ട് അത് ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് പറയുന്ന എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പരിപാടിയാണ് CPM നേതൃത്വം കുടിവെള്ള പദ്ധതിയെ സംബന്ധിച്ച് എരുമപ്പെട്ടി പഞ്ചായത്തിൽ പറയുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് നിങ്ങളുടെ ഒരു ആരോപണം കണ്ടിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസിന്റെ സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ കൊണ്ടുവന്ന ഈ നാട്ടിലെ ഇന്ത്യ മഹാരാജ്യത്തെ പട്ടിണി മാറ്റാൻ ഉപയോഗപ്പെട്ട ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണ്. ആ പദ്ധതി കേരളത്തിൽ വന്നപ്പോൾ CPM അതിന്റെ പേറ്റന്റ് എടുത്ത പോലെയാണ് ഈ പദ്ധതിയെ കണ്ടുവന്നിരുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നത് വസ്തുത അവിടെ നിൽക്കുകയാണ്. ആ വസ്തുത നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ UDFന്റെ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം സർക്കാർ അനുവദിച്ച 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 32 റോഡുകൾ പുതിയതായി പണിയാൻ വേണ്ടി എഗ്രിമെന്റ് വെച്ച് ടെൻഡർ നടപടികളിലൊക്കെ കടന്ന് പണി തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി കടന്നു വന്നത്. ഈ ഭരണസമിതി കടന്നു വന്നപ്പോൾ ആദ്യത്തെ യോഗത്തിന്റെ തീരുമാനം UDFന്റെ ഭരണകാലത്ത് അനുവദിക്കപ്പെട്ട ആ 32 റോഡുകൾ ക്യാൻസൽ ചെയ്യാനായിരുന്നു. ഇത്രയും രാഷ്ട്രീയ വിവേചനം ഇല്ലാത്ത ഒരു ഭരണസമിതി ആയിരുന്നെങ്കിൽ ഒരിക്കലും അത്തരത്തിലുള്ള കാര്യം ചെയ്യുമായിരുന്നില്ല. 32 പുതിയ റോഡുകൾ 1 കോടി രൂപ ചെലവഴിച്ച് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ 1 രൂപ പോലും അതിൽ ഉൾപ്പെടാത്ത 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 32 റോഡുകൾ ഈ പഞ്ചായത്തിൽ വരുമായിരുന്നെങ്കിൽ ഈ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് അതിന്റെ ക്രെഡിറ്റ് എടുക്കാമായിരുന്നു. അതിനു പോലും ചെയ്യാതെ തീർത്തും പക്ഷപാതം കാണിക്കുന്ന രീതിയിൽ കോൺഗ്രസ് ഭരണസമിതി കൊണ്ടുവന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് 32 റോഡുകളാണ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ വിവിധങ്ങളായ വാർഡുകളിൽ നഷ്ടപ്പെട്ടത്. ആ 32 റോഡുകളിൽ ഏകദേശം 20ഓളം റോഡുകൾ CPMന്റെ പഞ്ചായത്ത് മെമ്പർമാർ ഈ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വാർഡുകളിലായിരുന്നു എന്നതും കൂടി അറിയുമ്പോഴാണ് ഈ CPM ഭരണസമിതിയുടെ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ യാഥാർത്ഥ്യം നമ്മൾക്ക് മനസ്സിലാകുന്നത്. പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം കയറ്റിയത് വികസനമല്ലേ? അത്തരം പദ്ധതികളെ എന്തിനാണ് എതിർപ്പോട് കൂടി കാണുന്നത്? നമ്മൾക്ക് പറയാനുള്ള കാര്യം, ഈ പഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കി എന്ന് പറഞ്ഞ് നമ്മൾക്ക് കാണാൻ കഴിയുന്നൊരു തെളിവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പുതിയ കാര്യാലയം തന്നെയാണ്. ആ കാര്യാലയത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഈ നാട്ടിലെ ആളുകൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിന് ഒരു പുതിയ കാര്യാലയം ഉണ്ടാക്കാൻ ബഹുമാനായ MLA ശ്രീ AC മൊയ്തീൻ 1 കോടി രൂപ അനുവദിച്ചു എന്ന് പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചു. ആ 1 കോടി രൂപയുടെ പ്രവർത്തനം നടന്നത് നമുക്ക് കാണാൻ കഴിയില്ല, ഇപ്പൊ കാണാൻ കഴിയില്ല. കാരണം ആ 1 കോടി രൂപയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് അതിന്റെ ബേസ്മെന്റ്, ഭൂമിക്ക് താഴെ ബേസ്മെന്റ് കെട്ടാൻ വേണ്ടിയാണ് 1 കോടി രൂപ ചെലവഴിച്ചത്. ഇപ്പോ ആ കെട്ടിടത്തിന് 5.5 കോടി രൂപ ചെലവഴിച്ചു എന്നാണ് അതിന്റെ ഉദ്ഘാടന വേളയിൽ അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കണക്കവതരിപ്പിച്ചത്. 5.5 കോടി രൂപ. അപ്പൊ MLAയുടെ 1 കോടി കഴിച്ച് ബാക്കി 4.5 കോടി രൂപ ഈ നാട്ടിലെ ആളുകൾ നികുതി കൊടുക്കുന്ന പണമാണ്. ആ കാര്യം ജനങ്ങൾ അറിയുന്നതോടൊപ്പം അതിന് തൊട്ടു മുമ്പ് സംഭവിച്ച ഒരു കാര്യത്തെ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്.
ഇതിന് തൊട്ടു മുമ്പുള്ള ഭരണസമിതി കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതിയായിരുന്നു. ആ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നിലവിലെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായി കേവലം 78 ലക്ഷം രൂപയ്ക്ക് ഇതുപോലെ മനോഹരമായ ഒരു കെട്ടിടം കയറ്റാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കുകയും അത് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് പണി തുടങ്ങിയ ഘട്ടത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നത്. ആ പണി തുടങ്ങി വെച്ച പണി തുടർന്നു കൊണ്ടുപോകാൻ ഈ ഭരണസമിതി തയ്യാറായില്ല. അതിന് കാരണം പറഞ്ഞത് 78 ലക്ഷം രൂപ ഈ പഞ്ചായത്തിലെ ആളുകൾ നികുതി കൊടുത്ത പണമാണ്. ആ നികുതി പണം എടുത്തുകൊണ്ട് എരുമപ്പെട്ടി പഞ്ചായത്തിന് ഇതുപോലൊരു കാര്യാലയത്തിന്റെ ആവശ്യമില്ല. അത് ധൂർത്താണ്. ആ പഞ്ചായത്തിന്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പദ്ധതി ഈ പഞ്ചായത്തിലെ ആളുകൾക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്യുന്നു എന്നാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തത്. നമ്മൾക്കും അത് ശരിയായിട്ട് തോന്നാം. കാരണം ആ 78 ലക്ഷം രൂപ ഉപയോഗിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വീട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, കുടിവെള്ളമില്ലാത്ത ഇടങ്ങളിലേക്ക് കുടിവെള്ളം പദ്ധതി കൊണ്ടുവരാം, നല്ല റോഡുകൾ നിർമ്മിക്കാം. നല്ല ആശയ. ഒരുപക്ഷെ അത് ആളുകൾക്ക് ഗുണപരമാവുന്ന ഒരു തീരുമാനമായിട്ടാണ് തോന്നുക. എന്നാൽ ഇവിടെ സംഭവിച്ചത് ആ പദ്ധതി ക്യാൻസൽ ചെയ്തുകൊണ്ട് ശ്രീ AC മൊയ്തീൻ MLA 1 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിന് മറ്റൊരു കെട്ടിടം നിർമ്മിക്കാൻ ഈ ഭരണസമിതി തീരുമാനമെടുക്കുകയും ആ 1 കോടി രൂപയ്ക്ക് ബേസ്മെന്റ് കെട്ടാൻ മാത്രം വിനിയോഗിച്ച് ബാക്കി കെട്ടിടം പണിയാൻ വേണ്ടി 4.5 കോടി രൂപ വിനിയോഗിക്കപ്പെടുന്നത് എരുമപ്പെട്ടി പഞ്ചായത്തിലെ പാവപ്പെട്ട ആളുകൾ ഉൾപ്പെടെ നികുതി കൊടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 78 ലക്ഷം രൂപയ്ക്ക് തീരേണ്ട പദ്ധതി 5.5 കോടി രൂപ ചെലവഴിച്ച പോലും തീരാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച ആ അഴിമതി രീതിയെ കുറിച്ചാണ് ഞങ്ങൾക്ക് ആക്ഷേപം. പിന്നെ നമ്മൾക്കറിയാം, ഈ സർക്കാർ കൊണ്ടുവന്ന, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ കൊണ്ടുവന്ന നയങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഒരു പഞ്ചായത്ത് ഓഫീസിലും പഞ്ചായത്ത് പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ ഒരു പഞ്ചായത്ത് മെമ്പർക്കോ നേരിട്ടൊരു അപേക്ഷ കൊടുക്കാൻ കഴിയില്ല. പുതിയ കാലഘട്ടത്തിൽ AI വന്ന കാലഘട്ടത്തിൽ ഒരു അപേക്ഷ പോലും കൊടുക്കാൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ എന്നല്ല കേരളത്തിലെ ഒരു പഞ്ചായത്തിലേക്കും കടന്നു ചെല്ലേണ്ട കാര്യം ഒരാളുകൾക്കും ഇല്ല. എല്ലാം ഓൺലൈനായി കൊടുക്കണം. പഞ്ചായത്ത് ഓഫീസിൽ ഇരുന്നു കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ ഒരു അപേക്ഷ വെള്ളക്കടലാസിൽ വാങ്ങാൻ സാധ്യതയില്ല. നിയമം അത് ഇപ്പോ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ ഏതെങ്കിലും ഒരു വകുപ്പിനോ ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സെന്ററിൽ പോകണം, അല്ലെങ്കിൽ സ്വന്തം മൊബൈൽ ഉപയോഗിച്ച് ചെയ്യണം. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ നിത്യദിനാന കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പഞ്ചായത്ത് യോഗം കൂടാൻ ഒരു പഞ്ചായത്ത് ഓഫീസ് ആവശ്യമാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിലെ 25ഓളം ഉദ്യോഗസ്ഥർക്ക് കൂടിയിരിക്കാനും സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കാനും ഒരു പഞ്ചായത്ത് കാര്യാലയം ആവശ്യമാണ്. അങ്ങനെയുള്ളൊരു പഞ്ചായത്ത് കാര്യത്തിൽ 25 ആളുകൾക്ക് ജോലി ചെയ്യാനും 20ഓളം വരുന്ന ജനപ്രതിനിധികൾക്ക് കൂടിയിരിക്കാനും 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ അതാവാം, തർക്കമില്ല, ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. അത്തരത്തിൽ 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടം കയറ്റാൻ 1 കോടി രൂപ ഉണ്ടെങ്കിൽ സാധിക്കും. 1 കോടി രൂപ ഉണ്ടെങ്കിൽ 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടം കയറ്റാൻ സാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോഴാണ് 5.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആർഭാടങ്ങളിൽ ആർഭാടം കാണിക്കാൻ വേണ്ടി അവിടെ അത്തരത്തിലൊരു കെട്ടിടം സ്ഥാപിച്ചത്. ആ 5.5 കോടി രൂപ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ പഞ്ചായത്തിലെ ലൈഫ് പദ്ധതിയിൽ എഗ്രിമെന്റിൽ ഏർപ്പെട്ട മുഴുവൻ ആളുകൾക്കും കൊടുക്കാനുള്ള പണം ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ ആളുകളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ലൈഫ് പദ്ധതിയിൽ പണം കിട്ടാതെ പണി പൂർത്തീകരിച്ച് കൊടും ദുരിതത്തിലായ ആളുകളെ സംരക്ഷിക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് അവസരമുണ്ടായിട്ടും അത് വിനിയോഗിക്കാതെ അവിടെ അഴിമതി നടത്താൻ, കെട്ടിടം കയറ്റി അഴിമതി നടത്താനും അതിന്റെ പങ്ക് പറ്റാനുമാണ് ഈ പറഞ്ഞ ആളുകൾ ശ്രമിച്ചു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ജീവിക്കുന്ന തെളിവായി മങ്ങാട് അത്തരത്തിലൊരു കെട്ടിടം കയറ്റിയിരിക്കുകയാണ്. അതിന്റെ ഫോട്ടോ കണ്ട് നമ്മൾക്ക് തോന്നും 3 നിലയിൽ മനോഹരമായ കെട്ടിടമാണെന്ന്. കേവലം 1 നിലയാണ് അവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് അവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം പൂർത്തീകരിക്കപ്പെടുമ്പോഴും അവിടെ ചെലവഴിച്ച കോടികൾ എന്തിനു വേണ്ടിയാണ്, എന്ത് ആർഭാടമാണ് അവിടെ നടത്തിയതെന്ന് ഈ നാട്ടിലെ ആളുകൾ, പഞ്ചായത്ത് ഓഫീസ് അവിടെ ഒന്ന് പോയി പരിശോധിച്ചാൽ നമ്മൾക്ക് ബോധ്യമാകും. ആരെ സംരക്ഷിക്കാൻ വേണ്ടി, ആർക്ക് വേണ്ടിയാണ് ഇവർ ഇത്തരം പദ്ധതികൾ, അഴിമതി പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് രാഷ്ട്രീയ ആരോപണമായി തള്ളിക്കളയുന്ന
ആ CPM എന്ന പാർട്ടിയുടെ ധാർഷ്ട്യം, അതിന്റെ നേതാക്കളുടെ ധാർഷ്ട്യം ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ജനം മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ അഴിമതി ഭരണത്തിന് അറുതി വരുത്തി ഈ നാടിന്റെ, ഈ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ സമസ്ത പുരോഗതി ലക്ഷ്യമിടുന്ന ഒരു നല്ല ഭരണ സംവിധാനം അടുത്ത മാസം ഈ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പുലരും എന്നത് തന്നെയാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ പഞ്ചായത്തിന്റെ സമഗ്രമായ പുരോഗതി എല്ലാ മേഖലയിലേക്കും ആളുകൾക്ക് ഗുണം കിട്ടുന്ന രീതിയിലേക്ക് എത്തിക്കാനുള്ള കർമ്മ പദ്ധതി സമഗ്രമായി തയ്യാറാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷനെ നേരിടുന്നത്. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. 19 വാർഡിലും കോൺഗ്രസും UDF-ഉം നിർത്തുന്ന സ്ഥാനാർത്ഥികൾ വിജയിച്ചുവെന്ന് ഈ പഞ്ചായത്തിന്റെ പഴയകാല പ്രൗഢിയിലേക്ക്, പ്രതാപത്തിലേക്ക് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിനെ തിരികെ കൊണ്ടുവരാൻ ഞങ്ങളുടെ വലിയ പരിശ്രമം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.